സമയം വൈകിട്ട് 3:50. 10 ജൻപത് AICCയുടെ പുതിയ ആസ്ഥാന മന്ദിരം. അത് ഒരു ചരിത്ര സംഗമത്തിന് കാത്തിരിക്കുകയാണ്. ബ്ലാക്കിൽ വിലങ്ങനെയുള്ള മഞ്ഞയും വെള്ളയും നെയ്ത ചെറിയ പ്ലസ് ചിഹ്നമുള്ള ചുരിദാറും ബ്ലാക്കിൽ യെല്ലോ നൂൽ നെയ്ത് അലങ്കരിച്ച ഷാൾ കഴുത്തിലും ചുറ്റി പ്രിയങ്ക ഗാന്ധി അങ്ങോട്ട് വന്നു. തൻ്റെ ഐക്യനായ വെള്ള ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റും അണിഞ്ഞ് രാഹുൽ ഗാന്ധിയും. ഇന്നലത്തെ വെള്ളിയാഴ്ച കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ ഒരു വെള്ളിയാഴ്ചയായിരുന്നു. വൈകിട്ട് 4 മണി ചൂടിലുരുകുന്ന ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവനിൽ നിർണായകമായ ഒരു സംഗമത്തിന് വേദി ഒരുങ്ങുകയാണ്. അവിടേക്കാണ് കേരളത്തിലെ നേതാക്കൾ എത്തിക്കൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും അവിടേക്ക് വന്നു. വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പെന്നോണം രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും മുഖം ചിന്താധീനമായിരുന്നെങ്കിലും ഇരുവരുടെയും മുഖത്ത് പ്രസന്നഭാവം അലതല്ലുന്നുണ്ടായിരുന്നു. അവിടെ കൂടിയ കേരളത്തിലെ തലമുതിർന്ന നേതാക്കളിലുമുണ്ടായിരുന്നു ആ പ്രസന്നഭാവം. കാരണം ചരിത്രപ്രധാനമായ ഒരു സംഗമത്തിൻ്റെ ഭാഗമാകാൻ എത്തിയതായിരുന്നു അവർ. മല്ലികാർജുൻ ഖാർഗെയും ദീപാദാസ് മുൻസിയും KC വേണുഗോപാൽ അടക്കമുള്ള ദേശീയ നേതാക്കൾ അവിടെ സന്നിഹിതരായ ഒരു സായാഹ്നമായിരുന്നു. കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ തുടങ്ങി 40ഓളം നേതാക്കൾ അവിടെ ഒത്തുകൂടിയിരുന്നു. കേരളത്തിൽ മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിച്ച വിവാദങ്ങളുടെ നടുക്കടലിൽ നിൽക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി അതിനിർണായകമായ ഈ കോൺഫറൻസ് ഡൽഹിയിൽ വിളിച്ചു ചേർത്തത്. AICCയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ അക്ഷരാർത്ഥത്തിൽ അഭിമാനപൂരിതമായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച. ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന കേരളത്തിലെയും ദേശീയ തലത്തിലെയുമുള്ള കോൺഗ്രസിൻ്റെ അഭിമാനസൂരികളായ നേതാക്കളെ കണ്ട് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും തുടങ്ങി കോൺഗ്രസിൻ്റെ തേര് തെളിച്ച പൂർവ്വസൂരികൾ സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു അത്. കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കിയ വിവാദം ഇവിടെ നാമാവശേഷമാവുകയായിരുന്നു. KPCC നേതൃമാറ്റ ചർച്ചകൾ, തരൂരിൻ്റെ പരാമർശങ്ങൾ സൃഷ്ടിച്ച വിവാദം തുടങ്ങി ചേരിതിരിക്കാൻ ശ്രമിച്ച ബാഹ്യശക്തികളുടെ ഒക്കെ വായടപ്പിക്കുന്ന ഒരു ഒത്തുചേരൽ. KPCC നേതൃമാറ്റമല്ല AICCയുടെ മുന്നിലുള്ളത് എന്നും നിലവിൽ KPCCയിലുള്ള ഒഴിവുകൾ നികത്താനാണ് ശ്രമമുണ്ടായത് എന്നുമായിരുന്നു KPCC പറഞ്ഞത്. ഇത് മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു. 2026 തിരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ചർച്ചയിൽ മുഖ്യമായും പരിഗണിച്ചത്. അല്ലാതെ കേരളത്തിൽ കോൺഗ്രസിനിടയിൽ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഡൽഹിയിലെ ഈ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൂടിക്കാഴ്ച. 2026 വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിനായി ചാണക്യതന്ത്രം മെനയുക എന്ന ലക്ഷ്യമായിരുന്നു ഈ മീറ്റിംഗിൽ. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി UDFൻ്റെ സഖ്യകക്ഷികളെ കൂടെ നിർത്തി അക്ഷകുണി പടയെ വിന്യസിപ്പിക്കേണ്ട തന്ത്രങ്ങൾ മെനയുകയായിരുന്നു കോൺഗ്രസ്. പോരായ്മകളെ മറന്ന് പോരില്ലാതെ പൊരുതാൻ ആഹ്വാനം ചെയ്തു ഗാന്ധി സഹോദരർ. കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് ആക്കം കൂട്ടാൻ കയ്യും മെയ്യും മറന്ന് ഒറ്റക്കെട്ടായി തേരോട്ടം തുടരാൻ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും KC വേണുഗോപാലിൻ്റെയും നേതൃത്വത്തിൽ തീരുമാനമായി. ഇതിൻ്റെ തുടർച്ചകൾക്കായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടുത്ത ആഴ്ച കേരളം സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. വാർഡ് തലത്തിൽ പ്രവർത്തകരെ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനിടയിൽ സംസ്ഥാന കോൺഗ്രസ് വാർ റൂം തുടങ്ങിയും പഞ്ചായത്ത് തലത്തിൽ മഹാത്മാഗാന്ധി കുടുംബയോഗം നടത്തിയും UDFന് ഊർജം നൽകി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ അവസാനിപ്പിച്ച് ജനഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.